വെളുപ്പാങ്കാലത്ത് 4 മണി, ദേ നോക്കിക്കോ, 4 മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പകല് മൊത്തം കിടന്നുറങ്ങിയതിന് ശേഷം രാത്രി എണ്ണീറ്റ് കുത്തിയിരിക്കുക. ഇതാണ് ആശാൻ്റെ പ്രധാന ഹോബിയെന്ന് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനോടകം മനസ്സിലായി കാണും. അപ്പോൾ ഉണർന്നിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവൻ ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെയും എണ്ണിപ്പിച്ചേ പറ്റൂ. ഞാൻ ഉറങ്ങുന്നത് കാണുന്നത് ആശാനെ സഹിക്കൂല. അപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് എന്നെയും ഉണർത്തി ഇങ്ങനെ, വേറൊന്നും വേണ്ട, നമ്മൾ അടുത്ത് ഇങ്ങനെ അവനെ നോക്കിയിരുന്നാൽ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അപ്പം ഞാൻ റൂമിലെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തതാണ്. കാരണം ഇരുട്ട് ആകുമ്പം കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ഒരു രക്ഷയും ഇല്ല. അവൻ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രായത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ബഹളമാണ് ഉണ്ടാക്കുന്നത്. കാരണം ലൈറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് ആശാന് ലൈറ്റ് ഇടണം, അതിൻ്റെ ഒരു ബഹളവും കരച്ചിലും. അപ്പം അവൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ കൂടെ ഞാനും ഉണർന്നിരിക്കണം. അതോടൊപ്പം തന്നെ റൂമിൽ ലൈറ്റും ഓണായിരിക്കണം. അത് രണ്ടും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ കിടന്നുറങ്ങും. എന്നിട്ട് നമ്മളൊക്കെ ഉറങ്ങുന്നൊരു സമയമാകുമ്പോൾ ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 11 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവൻ ഉറക്കം എണീറ്റിരിക്കും. പിന്നെ ഉറങ്ങൂല. പിന്നെ നേരം വെളുത്ത് ഒരു 5 മണി 6 മണി അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 7 മണി, അന്നേരം കിടന്നൊന്ന് ഉറങ്ങും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എഴുന്നേക്കും. അതിനുശേഷം പിന്നെ ത്രൂ ഔട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അപ്പം ക്ഷീണം മൊത്തം അവിടെ അങ്ങ് തീർന്നേ. എന്നാൽ രാവിലെ കിടന്നുറങ്ങാമെന്ന് കരുതിയാൽ എനിക്കൊട്ട് ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ പൊതുവേ എല്ലാവരും പറയും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ രാവിലെ കിടന്നുറങ്ങുമ്പോൾ അമ്മമാരും കൂടെ കിടന്ന് ക്ഷീണം മാറ്റണം, ഉറങ്ങണം എന്നൊക്കെ. പക്ഷെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് നമ്മൾ ഫീഡിങ് ടൈം ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഉറങ്ങാനാണെന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല.